ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡീമെറ്റീരിയലൈസേഷനും റീമെറ്റീരിയലൈസേഷനുമാണ്. ഡീമെറ്റീരിയലൈസേഷൻ ഇംപ്ലൈസ് കൺവേർഷൻ ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റ് ഫ്രം ഇറ്റ്സ് ഫിസിക്കൽ ഫോം ടു ഇലക്ട്രോണിക് ഫോം. ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ ഫിസിക്കൽ ഫോമിൽ നിന്ന് അത് ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഡീമെറ്റീരിയലൈസേഷൻ അല്ലെങ്കിൽ ഡീമാറ്റ് ഷെയർസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് പാർട്ടിസിപ്പൻസ് ഓഫ് ഡീമെറ്റീരിയലൈസേഷൻ ആണ്. അതിൽ രണ്ട് പാർട്ടിസിപ്പൻസ് ആണുള്ളത്, ഡെപ്പോസിറ്ററിയും ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റും. ഡെപ്പോസിറ്ററി ഈസ് എൻ ഓർഗനൈസേഷൻ ലൈക്ക് എ ബാങ്ക് വെർ ദ സെക്യൂരിറ്റീസ് ഓഫ് എ ഷെയർ ഹോൾഡർ ആർ ഹെൽഡ് ഇൻ ഇലക്ട്രോണിക് ഫോം അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡർ. അതായത് ഷെയർ ഹോൾഡറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം അവരുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോമിലേക്ക് ആക്കുവാൻ സഹായിക്കുന്ന ഓർഗനൈസേഷനാണ് ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. DP ഈസ് ദി റെപ്രസെൻറ്റേറ്റീവ് ഓർ ഏജൻറ്റ് ഓഫ് ദി ഇൻവെസ്റ്റർ ഇൻ ദ ഡെപ്പോസിറ്ററി സിസ്റ്റം പ്രൊവൈഡിംഗ് ദ ലിങ്ക് ബിറ്റ്വീൻ കമ്പനി ആൻഡ് ദ ഇൻവെസ്റ്റർ ത്രൂ ഡെപ്പോസിറ്ററി. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനീനെയും ഇൻവെസ്റ്ററിനെയും ലിങ്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ഏജൻ്റാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. നെക്സ്റ്റ് പറയുന്നത് ഡീമെറ്റീരിയലൈസേഷൻ പ്രോസസ്സാണ്. ഡീമെറ്റീരിയലൈസേഷൻ ഇൻവോൾവ്സ് ദി ഫോളോയിങ് സ്റ്റെപ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ്, ദ ഇൻവെസ്റ്റർ ഹാസ് ടു ഓപ്പൺ ആൻ അക്കൗണ്ട് വിത്ത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ഓഫ് ഹിസ് ചോയ്സ് ബൈ ഫയലിംഗ് അപ്പ് ആൻ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ആൻഡ് സൈനിങ് പാർട്ടിസിപ്പൻറ്റ് ക്ലയൻറ്റ് എഗ്രിമെൻറ്റ്. ആദ്യം ഈ ഷെയർ സർട്ടിഫിക്കറ്റ് ഇലക്ട്രോണിക് ഫോമിലാക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റർ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റുമായിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻ്റാണ്. അപ്പോൾ ഏജൻറ്റ് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഫോം ഫില്ല് ചെയ്ത് പാർട്ടിസിപ്പൻറ്റ് ക്ലയൻറ്റ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നതിൽ സൈൻ ചെയ്യണം. ദ ഇൻവെസ്റ്റർ വിൽ ബി ദെൻ ഗിവൺ എ യുണീക്ക് ക്ലയൻറ്റ് ID നമ്പർ. യുണീക്ക് ആയിട്ടുള്ള ID നമ്പർ ക്ലയൻറ്റിന് കൊടുക്കും, ഇൻവെസ്റ്ററിന് കൊടുക്കും. ദിസ് നമ്പർ മസ്റ്റ് ബി ക്വോട്ടഡ് ഇൻ ഓൾ കറസ്പോണ്ടൻസ് വിത്ത് ദി DP. അപ്പോൾ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഈ യുണീക്ക് ID വെച്ചിട്ടാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇൻവെസ്റ്റർ വിൽ ഹാവ് ടു ഫിൽ അപ്പ് ആൻഡ് സബ്മിറ്റ് എ ഡീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം provided by depository participant duly signed by all shareholders and surrender the physical shares to the dematted to the depository participant. ഇൻവെസ്റ്റർ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ DRF ഡീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം എന്ന് പറയുന്ന ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. DP അത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സും അവരുടെ ഫിസിക്കൽ ഷെയർസ് സറണ്ടർ ചെയ്ത് സൈൻ ചെയ്യണം. On receiving the shares and the DRF, the DP will issue an acknowledgement and will send to an electronic request to the company registrar and transfer agents of the company through depository for confirmation of DMAT. അതിനുശേഷം അതായത് DRFും ഷെയർസൊക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് കമ്പനിക്ക് ഇലക്ട്രോണിക് റിക്വസ്റ്റ് അയക്കും. അതായത് വെച്ചാൽ DMAT ചെയ്യാൻ കൺഫേമേഷൻ എന്നുള്ള രീതിയിൽ അവർക്ക് റിക്വസ്റ്റ് കൊടുക്കും. അതിനുശേഷം ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവരുടെ DRFും അതുപോലെ ഷെയർസ് എല്ലാം കവറിങ് ലെറ്റർ വെച്ചിട്ട് റിക്വസ്റ്റ് ചെയ്യും. അതായത് കൺഫേം ആണ്, ഡിമാറ്റ് ചെയ്യാൻ കൺഫേം ആണെന്നുള്ളത് കവറിങ് ലെറ്റർ സബ്മിറ്റ് ചെയ്യും. After necessary verification of documents received from DP, the registrar transfer agents of company will cancel the physical shares. അതായത് ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ DP എന്ത് ചെയ്യും, അവരുടെ ഫിസിക്കൽ ഷെയർസ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് DMAT കൺഫേം ചെയ്യും. This confirmation will be passed on by the depository to DP which holds the account of investor. ഇൻവെസ്റ്ററിൻ്റെ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന DPൻ്റെ അടുത്ത് ഡെപ്പോസിറ്ററി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ കൺഫർമേഷൻ പാസ് ചെയ്യും. ഡെപ്പോസിറ്ററിൻ്റെ അടുത്ത് നിന്ന് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ DP ഇൻവെസ്റ്റർ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും വിത്ത് നമ്പർ ഓഫ് ഷെയർസ് ഡീമെറ്റീരിയലൈസ്. എത്ര ഷെയർസ് ആണോ ഒരു ഡിമാറ്റ് ചെയ്തത് അത്രയും DP വിൽ ക്രെഡിറ്റ് ഇൻവെസ്റ്റേഴ്സ് അക്കൗണ്ട്. നെക്സ്റ്റ് ടേമാണ് റീമെറ്റീരിയലൈസേഷൻ. റീമെറ്റീരിയലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഡിമാറ്റഡ് ഷെയർസ് ബാക്ക് ഇൻ ടു ഫിസിക്കൽ ഷെയർസ്. ഡിമാറ്റഡ് ആയിട്ടുള്ള ഷെയർസ് ഫിസിക്കൽ ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് റീമെറ്റീരിയലൈസേഷൻ. അതെന്ന് വെച്ചാൽ വിഡ്രോയിങ് സെക്യൂരിറ്റീസ് ഫ്രം ഡെപ്പോസിറ്ററി ആണ് റീമെറ്റീരിയലൈസേഷൻ.